കർത്താവിൽ പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായി നാം വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. ദൈവവചന പഠനത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തെ അടിയങ്ങൾ ധ്യാനിക്കുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നായകത്വം അനുഭവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ, കൂടെ ഇരിക്കണമേ. പഠിക്കുന്നത് മനസ്സിലാകുവാനും അതിന് പ്രകാരം ജീവിപ്പാനും ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ മുൻ രാഷ്ട്രപതിയും ബുദ്ധിജീവി എന്ന് പരക്കെ അറിയപ്പെടുന്നതുമായ വ്യക്തി ഒരിക്കൽ സ്റ്റേജിൽ അദ്ദേഹം എന്തോ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിലായിരുന്നപ്പോൾ കാല് തട്ടി മറിഞ്ഞ് താഴെ വീഴുന്നതും സുരക്ഷാ ഭടന്മാർ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും ഞാൻ ഒരിക്കൽ ടെലിവിഷനിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന, മുഖ്യമന്ത്രി ആയിരിക്കുന്നതായ വ്യക്തി പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സമയത്ത് സ്വിറ്റ്സർലാൻഡിൽ പോയി അവിടെ ഐസിൽ തെന്നി താഴെ വീഴുകയും ആശുപത്രിയിൽ ആകുകയും ചെയ്തതായിട്ടും ഞാൻ വാർത്തകളിൽ വായിക്കുകയുണ്ടായി. അക്ഷരീക ജീവിതത്തിൽ കാല് തട്ടി താഴെ വീഴുക, തെന്നി വീഴുക എന്നൊക്കെ പറയുന്നത് പ്രായഭേദമന്യേ സകല മനുഷ്യരിലും സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിലും സംഭവിക്കുന്നത്. ആത്മീക ജീവിതത്തിൽ എത്ര ചെറിയവനായാലും എത്ര വലിയവനായാലും, ആത്മീയ ജീവിതത്തിൽ എത്ര വലിയവനായാലും വീഴ്ചകൾ സംഭവിക്കുക എന്ന് പറയുന്നത് സാധാരണമാണ്. എല്ലാവർക്കും വീഴ്ചകൾ സംഭവിക്കാറുമുണ്ട്. അബ്രഹാമിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ദാവീദിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, യാക്കോബിൻ്റേതായ ആത്മീക പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു വാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 10:12 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആത്മീക ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് ഒരുത്തൻ വിശ്വസിക്കുന്നു എങ്കിൽ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 2:1 അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടുന്നതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പത്രോസിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ വ്യക്തിയുടെ ജീവിതത്തിലെ വീഴ്ചയുടെ 7 പടികളെക്കുറിച്ച് നിങ്ങളുമായി ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, ആത്മീക ജീവിതത്തിൽ സംഭവിച്ച പരിപൂർണ പരാജയത്തെക്കുറിച്ച്, പരിപൂർണ വീഴ്ചയെക്കുറിച്ച്, അതിൻ്റെ 7 പടികളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പത്രോസ് എന്ന പേരുള്ള ഒരൊറ്റ വ്യക്തി മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിലുള്ളൂ. അങ്ങനെ പേരുള്ള വേറെ ആരും ദൈവവചനത്തിലില്ല. അദ്ദേഹം ഒരു എടുത്തുചാട്ട സ്വഭാവം ഉള്ളതായൊരു വ്യക്തിയായിരുന്നു, വൈകാരിക ജീവിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പല പ്രശ്നങ്ങളിലും പോയി ചാടിയിട്ടുണ്ട്. അന്ത്രയോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അദ്ദേഹത്തെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ശീമോൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം. യോഹന്നാൻ സ്നാപകൻ്റെ ഒരു അനുയായിയായിരുന്നു പത്രോസ്. വിവാഹിതനായിരുന്നു. കർത്താവായ യേശുക്രിസ്തു പത്രോസിനെ കേഫ, പാറ, കല്ല് എന്നർത്ഥമുള്ളതായ കേഫ എന്ന് വിളിക്കുന്നു എന്ന പേര് അദ്ദേഹത്തിന് കൊടുത്തു. ബത്സൈദ എന്ന് പറയുന്നതായ പട്ടണത്തിലാണ്, എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. എന്നിട്ട് കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം മാറി താമസിച്ചു. മീൻപിടുത്തക്കാരനായിരുന്നു, വിവാഹിതൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ജോന എന്ന് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട സഭയോട് ചേർന്നതായി നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്.
പത്രോസ് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു സഭയുടെ ആദ്യ അധ്യക്ഷനായി ആയിരുന്നു എന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ ആൾക്കാരുണ്ട്. അതിന് ദൈവത്തിൻ്റെ വചനത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. പത്രോസിൻ്റെ വീഴ്ചയുടെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അവിശ്വാസം എന്നുള്ളതായിരുന്നു. അവിശ്വാസം അല്ലെങ്കിൽ സംശയം സകല മനുഷ്യരെയും തകർക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും ആദ്യത്തെ തന്ത്രമാണ് അവിശ്വാസം, മനുഷ്യരിൽ സംശയം സൃഷ്ടിക്കുക എന്നുള്ളത്. പിശാച് ഏദൻ തോട്ടത്തിൽ ചെന്ന് ഹൗവയുമായി സംസാരിക്കുമ്പോൾ തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതായ വൃക്ഷത്തിൻ്റെ ഫലം, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതായ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് യഹോവ വാസ്തവമായും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സംശയം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുകയാണ്. ഇവിടെ പത്രോസിൻ്റെ കാര്യത്തിലും അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 14:28 നാം വായിക്കുന്നു. പത്രോസിൻ്റെ സംശയം, പത്രോസിൻ്റെ അവിശ്വാസം. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നു എങ്കിൽ, നീ ആണെന്ന് എനിക്ക് ഉറപ്പില്ല, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടുന്നതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. അവിശ്വാസം എന്ന കാര്യം ഞാൻ പറഞ്ഞു, അത് 16ഓളം പ്രാവശ്യം ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വാസം എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൈവവചനത്തിൽ ഏറ്റവും വലിയ ഒരു പാപമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല എന്നാണ്. യേശു ക്രിസ്തുവിന് അവിശ്വസിക്കുന്നതായ ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിപ്പാൻ യേശു ക്രിസ്തുവിന് സാധിക്കുന്നില്ല എങ്കിൽ, യേശു ക്രിസ്തു പരാജയപ്പെടുന്നു എങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, നമ്മുടെ വിശ്വാസത്തിൽ, അവനുമായിട്ടുള്ളതായ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന തകർച്ചയാണ് അതിന് കാരണം. മത്തായിയുടെ സുവിശേഷം 17:20 അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു എന്ന് മർക്കോസ് 6:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ അവിശ്വാസം യേശുവിനെ ആശ്ചര്യപ്പെടുത്തി എന്ന്. റോമാലേഖനം 11:20 ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പൗലോസ് പറയുന്നു. എബ്രായ ലേഖനം 3:12 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടുന്നതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. അപ്പോസ്തലനായ പത്രോസിൻ്റെ അവിശ്വാസം, അതാണ് അവൻ്റെ വീഴ്ചയുടെ ഒന്നാമത്തെ പടി. അവിശ്വാസത്തെ ദുഷ്ടതയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ വിളിക്കുന്നത്. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു എന്ന് എബ്രായർ 3:19 നാം വായിക്കുന്നു. സ്വർഗീയ കനാനിൽ അവിശ്വാസികൾ പ്രവേശിക്കത്തില്ല, സ്വർഗത്തിൽ അവിശ്വാസികൾ പ്രവേശിക്കത്തില്ല. അവിശ്വാസികളായിട്ടല്ല, വിശ്വാസികളായിട്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പത്രോസിൻ്റെ വീഴ്ചയുടെ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് വീമ്പ് പറയുക എന്നുള്ളതായിരുന്നു. വീമ്പ് പറയുക, സ്വയം പ്രശംസിക്കുക, ആത്മപ്രശംസ നടത്തുക. മർക്കോസിൻ്റെ സുവിശേഷം 14:29 പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, മറ്റുള്ളവരെ പോലെ അല്ല, അവരെക്കാൾ ശ്രേഷ്ഠൻ. എല്ലാവരും നിന്നെ വിട്ട് ഓടിപ്പോയാലും ഞാൻ ഓടിപ്പോകത്തില്ല എന്നാണ് പത്രോസ് പറയുന്നത്. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 18:11 ഇപ്രകാരം വായിക്കുന്നു, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷൻ മനുഷ്യരെ പോലെയോ എൻ്റെ സമീപത്ത് നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, കർത്താവെ ഞാൻ പിടിച്ചുപറിക്കാരനെ പോലെയല്ല, ഞാൻ വ്യഭിചാരിയെ പോലെയല്ല, ഞാൻ ശേഷം മനുഷ്യരെ പോലെയല്ല, ഞാൻ നീതികെട്ടവരെ പോലെയല്ല, ഞാൻ എത്രയോ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നമുക്കറിയാം,
നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളതായ ജനമുണ്ട്, നമ്മുടെ സഭയിൽ ഇങ്ങനെയുള്ളതായ ജനമുണ്ട്. ഒരുപക്ഷെ നമ്മളും ഈ സംസാരിക്കുന്ന ഞാനും പലപ്പോഴും ഈ വീഴ്ച അനുഭവിക്കുന്നവൻ ആയിരിക്കാം. ഈ വീഴ്ചയിൽ നാം ആകരുത് എന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പത്രോസിൻ്റെ വീഴ്ചയുടെ മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് ഉറക്കം എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഉറക്കത്തിനെന്താണ് കുഴപ്പം? ഉറങ്ങാൻ പാടില്ലേ? ദൈവം തന്നിട്ടുള്ളതായ ഒരു അനുഗ്രഹമല്ലേ ഉറക്കം എന്ന്. ഉറക്കത്തിന് ഒരു കുഴപ്പവുമില്ല, നമ്മൾ ഉറങ്ങണം. പക്ഷേ ഉറങ്ങേണ്ടതായ ഒരു സമയമുണ്ട്. ഉറങ്ങാൻ ഒരു സമയമുണ്ട്, ആ സമയത്താണ് ഉറങ്ങേണ്ടത്. ഉണർന്നിരിക്കേണ്ടതായ സമയത്ത് നാം ഉറങ്ങുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ്, അതൊരു വീഴ്ചയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14:37 യേശുക്രിസ്തു പത്രോസിനോട് സംസാരിക്കുകയാണ്. ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? കർത്താവ് അവനെ കുറ്റപ്പെടുത്തുകയാണ്. ശീമോനെ, ഉണർന്നിരിപ്പാൻ, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് സാധിച്ചില്ലയോ? നീ ഉറങ്ങുന്നുവോ എന്ന് ചോദിക്കുകയാണ്. എഫേസ്യ ലേഖനം 5:14 അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് നാം വായിക്കുന്നു. നമ്മുടെ സഭയിൽ ആരാധന നടക്കുന്നതായ സമയത്ത് അക്ഷരികമായ ഉറക്കത്തിൽ വീഴുന്നതായ ജനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ രോഗം കൊണ്ടോ, രോഗാവസ്ഥ കൊണ്ടോ, ക്ഷീണം കൊണ്ടോ, എടുക്കുന്നതായ മരുന്നിൻ്റെ തളർത്തുന്നതായ സ്വഭാവം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെങ്കിൽ ആത്മീകമായ ഉറക്കം, ആത്മീകമായി ഉണർന്നിരിക്കേണ്ടതായ സമയത്ത് ഉറക്കം പാലിക്കുക, ഉറക്കത്തിലായിത്തീരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി എന്ന് മത്തായിയുടെ സുവിശേഷം 25:5 നാം കാണുന്നു. എല്ലാവരും ഉറങ്ങി, എണ്ണയുള്ളവർ ഉറങ്ങി, എണ്ണയില്ലാത്തവരും ഉറങ്ങി. മുഴുവൻ ജനവും അന്ത്യകാലത്ത് യേശുക്രിസ്തുവിൻ്റെ വരവിനോട് അടുക്കുമ്പോൾ, മണവാളൻ്റെ വരവിനോട് അടുക്കുമ്പോൾ, മണവാളൻ വരുന്നുവെന്നുള്ളതായ ഘോഷം അവിടെ കേൾക്കുവാൻ തക്കവണ്ണം പോകുന്ന സമയത്തിന് തൊട്ട് മുൻപായി എല്ലാവരും ആത്മീകമായ ഉറക്കത്തിലേക്ക് പോകുന്നതായിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത്. ഉണർന്നിരിക്കേണ്ടതായ സമയത്ത് ഉറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ക്ഷീണം വരുമ്പോൾ നാം രാത്രിയിൽ ഉറങ്ങുന്നതിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതായ കാര്യവും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചില മനുഷ്യർ ഉറക്കത്തെ സ്നേഹിക്കുന്നവരാണ്. അവർ എത്ര സമയം ഉറങ്ങാൻ കിട്ടുന്നോ അതൊരു സന്തോഷമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ കൈകെട്ടി കിടക്കുക, അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം നിന്നെ പെരുവഴിയിലാക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത്. നാം ഉറക്കത്തെ ഒരിക്കലും സ്നേഹിക്കുവാൻ തക്കവണ്ണം പാടില്ല. ഏറ്റവും രാവിലെ എഴുന്നേറ്റ് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുന്ന സ്വഭാവം കർത്താവായ യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃക. നാം അവൻ്റെ കാലടികളെയാണ് പിൻപറ്റേണ്ടത്. അവൻ ചെയ്തതാണ് നാം ചെയ്യേണ്ടത്. ക്രൂശിലേക്കാണ് നാം നോക്കേണ്ടത്. നാം മുൻപോട്ട് പോകും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ പാതകളെ പിൻപറ്റി നാം മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് നാം സംസാരിക്കുമ്പോൾ, അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ പതിയുവാനും നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹം പ്രാപിക്കുവാനും അതിന് മൂലം നമുക്ക് സാധിക്കുന്നതാണ്. പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചയുടെ 4ാമത്തെ പടി എന്ന് പറയുന്നത്, പത്രോസ് ഒരു അടിപിടി സ്വഭാവമുള്ളവനായിരുന്നു. ഒരു വെട്ടുക, കത്തിയെടുക്കുക, ദേഷ്യം വരുന്നതായ സമയത്ത് അല്ലെങ്കിൽ മനുഷ്യരോട് കോപം വരുന്നതായ സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കുന്നതായ ഒരു സ്വഭാവം, ഒരു അഗ്രസീവ് സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സ്വഭാവം, ഇങ്ങനെയുള്ളതായ ബലഹീനതകൾ ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അത് തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജഡ സ്വഭാവമുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്. എങ്കിലും ആ തെറ്റുകളെ അതിജീവിച്ച് മുൻപോട്ട് പോകാനുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കുണ്ടാകുവാൻ നാം വളരെയധികം
പ്രാർത്ഥനാ സ്വഭാവം ഉള്ളവരായിരിക്കണം. അപ്പോൾ പത്രോസിൻ്റെ ഈ അടിപിടി സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെട്ടുന്ന സ്വഭാവത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 18:10 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്ത് കാത് അറുത്ത് കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. തൻ്റെ വാൾ ഊരി കർത്താവിനെ പിടിക്കാൻ വന്നതായ വ്യക്തിയെ ശീമോൻ പത്രോസ് വെട്ടുകയാണ്. ദൈവത്തെ സംരക്ഷിക്കുവാൻ മനുഷ്യർ വാളുകൊണ്ടിറങ്ങുകയാണ്. നമുക്ക് കാണാം, ഇന്ന് ലോകത്തിൽ, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിരവധി സംഘർഷങ്ങൾക്കും കാരണം മതമാണ്. അനവധി സംഘർഷങ്ങളും ദൈവത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നതാണ്. ദൈവങ്ങളെ സംരക്ഷിക്കുവാൻ നാം മുന്നിട്ടിറങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവത്തെ പരിഹസിച്ചു, ഞങ്ങൾ വെട്ടും, ഞങ്ങൾ കുത്തും, ഞങ്ങൾ ദേവാലയങ്ങൾ തകർക്കും, ഞങ്ങൾ മനുഷ്യരെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ജനം ഇറങ്ങി പുറപ്പെടുന്നത് കാണുമ്പോൾ യഥാർത്ഥ ദൈവവിശ്വാസിക്ക് മൂക്കത്ത് വിരൽ വയ്ക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ സമാധാനപ്രിയരാണ്. അവർ സമാധാനത്തിൽ കൂടെയാണ് കാര്യങ്ങളെ നേരിടേണ്ടത്. അല്ലാതെ വാളെടുത്ത് വെട്ടുക എന്നുള്ളതല്ല അവരുടെ സ്വഭാവം. ദൈവത്തെ സംരക്ഷിക്കുവാൻ നാം പോകേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്വയം സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ കഴിവുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ അനുഗമിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. പത്രോസ് ഇവിടെ ചെയ്യുന്നത് അവൻ്റെ വാൾ ഊരി കർത്താവിനെ പിടിക്കുവാൻ വരുന്നവനെ വെട്ടുന്നതാണ്. അത് തെറ്റായ ഒരു കാര്യമാണ്. പത്രോസിൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു വീഴ്ചയാണ് അത്. പത്രോസിൻ്റെ ആത്മീയ ജീവിതത്തിലെ 5ാമത്തെ വീഴ്ച, അല്ലെങ്കിൽ വീഴ്ചയുടെ 5ാമത്തെ പടി എന്ന് പറയുന്നത് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു എന്ന് നാം വായിക്കുകയാണ്. പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ പട്ടാളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയതായ സമയത്ത്, കർത്താവെ, ആര് നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടു പോകത്തില്ല എന്ന് അല്പസമയം മുൻപേ വീമ്പടിച്ചതായ, ആത്മപ്രശംസ നടത്തിയതായ പത്രോസ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. പത്രോസും അകലം വിട്ട് പിൻചെന്നു. പ്രിയപ്പെട്ട സഹോദരി, ക്രൈസ്തവ സഹോദരങ്ങളെ, ദൈവജനമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവുമായി നിനക്ക് എത്ര മൈൽ ദൂരമുണ്ട്? എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് നീ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നത്? പത്രോസ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അകലം വിട്ട് കുറേ അകലത്തിൽ നിന്നും അടുത്ത് വരാൻ പേടിയാണ് ഈ മനുഷ്യന്. വളരെ അകലം വിട്ട് പിൻപറ്റുന്നതായിട്ട് നാം വായിക്കുകയാണ്. നാം ജനത്തെ പേടിക്കുന്നവരാണോ? നമ്മുടെ ആത്മീക ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ, യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ, ഒരു ലഘുലേഖ കൊണ്ടുപോയി ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിൽ നാം ഭയപ്പെടുന്നുണ്ടോ? നാം സമൂഹത്തെ ഭയപ്പെടുന്നുണ്ടോ? ഭയം ആവശ്യമാണ്. സമൂഹത്തെ ശങ്കിക്കേണ്ടത് മനുഷ്യനെ ശങ്കിക്കണം. നാം മനുഷ്യനെ ശങ്കിക്കുകയും അവരോട് ബഹുമാനം കാണിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ്. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധത്തിൽ അകലം പാലിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പതനത്തെയാണ് അത് കാണിക്കുന്നത്. ഒരു കുടുംബം എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു സഭ എന്ന നിലയിൽ യേശു ക്രിസ്തുവുമായി എത്രമാത്രം അടുപ്പമുള്ളവരാണ് നാം എന്ന് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശു ക്രിസ്തുവുമായി നല്ല ബന്ധമുണ്ടോ? ജീവിക്കുന്ന ഒരു ബന്ധം നമുക്കുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പത്രോസിൻ്റെ ജീവിതത്തിലെ 6ാമത്തെ വീഴ്ച നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 22:55 നാം വായിക്കുന്നത്, അവർ നടുമുറ്റത്തിൻ്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു എന്നാണ്. ആരുടെ ഇടയിലാണ് ഇരിക്കുന്നത്? പരിഹാസികളോടുകൂടെ പത്രോസ് ഇരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നവരോടുകൂടെ പത്രോസ് ഇരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോയവരോടുകൂടെ അവനെ കൊല്ലണം, ഞങ്ങൾക്ക് അവനെ വേണ്ട, ബറബ്ബാസിനെ മതി എന്ന് പറയാൻ കാത്തു നിൽക്കുന്നതായ സമൂഹത്തോടുകൂടെ പത്രോസ് ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്നാണ്. നാം പരിഹാസികളോടുകൂടെ ഇരിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ
അപ്പോസ്തലനായ പത്രോസ് ഇരിക്കുന്നത് എവിടെയാണ്? പരിഹാസികളോടുകൂടി ഇരിക്കുകയാണ്. ദൈവത്തെ പിടിച്ചുകൊണ്ട് പോയി ക്രൂശിക്കുവാൻ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ, തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നതായ ഒരു സമൂഹത്തിൻ്റെ കൂടെ അപ്പോസ്തലനായ പത്രോസ് ഇരിക്കുകയാണ്. എത്രയോ ശോചനീയമായ അവസ്ഥയാണ് അവൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. പടിപടിയായി പത്രോസ് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനമായി അവൻ്റെ വീഴ്ചയുടെ ഏറ്റവും വലിയ വീഴ്ച, പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ തകർച്ച എന്ന് പറയുന്നത്, ഏഴാമത്തെ തകർച്ച, അവൻ്റെ ഏഴാമത്തെ പടി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ തള്ളിപ്പറയുന്നതാണ്. യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതാണ്. ആദ്യമായി അവൻ പറഞ്ഞെന്താ? ആരൊക്കെ വിട്ടുപോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നീ പേടിക്കണ്ടെന്ന്. വാളെടുത്ത് വെട്ടാനൊക്കെ ശ്രമിച്ചതായ പത്രോസ് ഇവിടെ പറയുന്നു. ഞാൻ വായിക്കാം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ളതായ ഭാഗങ്ങളിലാണ് നാം ഇത് കാണുന്നത്. ഞാൻ അതിൽ നിന്നൊരു ചെറിയ ഭാഗം വായിക്കാം. സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. ആണയിട്ട് പറയുന്നതായിട്ടാണ്. എനിക്കവനെ അറിയില്ല. 3 പ്രാവശ്യമാണ് തള്ളി പറയുന്നത്. എനിക്കവനെ അറിയില്ല, എനിക്കവനെ അറിയില്ല, എനിക്കവനെ അറിയില്ല എന്ന് അവൻ പറഞ്ഞ് ആണയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നതായ ഒരവസ്ഥ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3-3.5 വർഷക്കാലം നടന്നവൻ, സകല അത്ഭുതങ്ങളും കണ്ടവൻ, സകല അതിശയപ്രവൃത്തികളും കണ്ടവൻ, രോഗശാന്തി അനുഭവിച്ചവൻ, യേശു ക്രിസ്തു അനുഗ്രഹിച്ചു കൊടുത്തതായ ഭക്ഷണത്തെ കഴിച്ചവൻ, ആത്മീക ഭോജനത്തെ കഴിച്ചവൻ, ഭൗമിക ഭോജനത്തെ കഴിച്ചവൻ ഇപ്പം പറയുകയാണ് എനിക്കവനെ അറിയില്ല എന്ന്. അറിയാമെന്ന് പറഞ്ഞാൽ ജീവൻ അപകടത്തിൽപ്പെടും എന്നവനറിയാം. അവൻ പേടിയാണ്. പേടിച്ചിട്ട് പറയുകയാണ് എനിക്കവനെ അറിയത്തില്ല എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരാണ്? എത്രമാത്രം വീഴ്ചയാണ് നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവിശ്വാസമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തകർച്ചകളുണ്ടോ? നമ്മുടെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണോ? യേശുക്രിസ്തുവുമായിട്ടുള്ളതായ ഡിസ്റ്റൻസ്, നമ്മുടെ ദൂരം എത്രമാത്രമാണ്? യേശുക്രിസ്തുവിനെ നാം തള്ളിപ്പറയുന്നവരാണോ? ഞാൻ പറയട്ടെ, ചില സാഹചര്യങ്ങളിൽ ചില മനുഷ്യർ അവർ ക്രിസ്ത്യാനികളാണ് എന്ന് പറയാൻ പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സഭയുടെ പേര് എഴുതി വെക്കാൻ തക്കവണ്ണം പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഭയുടെ പേരെഴുതാൻ പറയുമ്പോൾ എനിക്ക് സഭയില്ല എന്ന് രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതായ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സഭയുടെ പേരെഴുതാൻ, കർത്താവിൻ്റെ പേര് പറയുവാൻ, ഞാൻ വിശ്വാസിയാണെന്ന് പറയുവാൻ, അടുത്തിരിക്കുന്നതായ ഒരു സുഹൃത്തിനോട് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ധൈര്യമില്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്നതായ ഒരു വ്യക്തിയാണോ നാം ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിച്ച്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആകയാൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, സ്വർഗീയ പിതാവേ, നിൻ്റെ വചനത്തെ കേട്ടതായ ജനത്തെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിലെ തകർച്ച, ഒരുപക്ഷെ പലപ്പോഴും ഞങ്ങൾ തകർന്നിട്ടുണ്ട്, ഞങ്ങൾ വീണിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ നീ ശക്തനാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആത്മീക ജീവിതത്തിൽ ഞങ്ങൾക്ക് വളർച്ച തന്നാട്ട്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തന്നാട്ട്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം, അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ളതായ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.